അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒന്നിലെ തഫ്ഹീമുത് തിലാവ പാഠപുസ്തകത്തിൽ നിന്നും ഒന്നാം ഭാഗത്തിൽ നിന്നും അതുപോലെ തന്നെ രണ്ടാം ഭാഗത്തിൽ നിന്നും തിരഞ്ഞെടുത്ത അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന ഒരു ചോദ്യപേപ്പറുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഉടനെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഇപ്രാവശ്യം 1 മുതൽ 4 വരെയുള്ളതിൽ സിലബസൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചോദ്യപേപ്പറുകളൊന്നും നിലവിലില്ല. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ പേപ്പർ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഏത് രൂപത്തിലാണ് പരീക്ഷ നടക്കുക എന്നുള്ള ഒരു മോഡലാണ്. നമ്മൾ തഫ്ഹീമുത് തിലാവ ഖിറാഅത്താണ് കേട്ടോ, വായനാ പരീക്ഷയാണ് നടക്കാൻ പോകുന്നത്. തഫ്ഹീമുത് തിലാവ ഒന്നാം ഭാഗം രണ്ടാം ഭാഗത്തു നിന്ന് 9 പാഠങ്ങളാണ്. ഒന്നാം ഭാഗം മുഴുവനായിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് വായനയായിട്ടും എഴുത്തു പരീക്ഷയായിട്ടും അതുപോലെ കേട്ടെഴുത്തായിട്ടും ചോദിക്കലായിട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കും. ഒന്നാമത്തെ പ്രവർത്തനമാണ് ക്ലോക്കിൽ എഴുതിയത് നമുക്ക് വായിക്കാം. നമുക്കിവിടെ 4 ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ആ 4 ക്ലോക്കുകളിലും ഓരോ വാക്കുകളും കൊടുത്തിട്ടുണ്ട്. ഓരോ വാക്കുകളും നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ക്ലോക്കിൽ കൊടുത്തിട്ടുള്ളത് ഷലീക്കുൻ. എന്താണ് ഷലീക്കുൻ? സ്ട്രോബെറി അല്ലേ. 2 കബ്ഷുൻ. മൂന്നാമത്തെ ക്ലോക്കിൽ കൊടുത്തിട്ടുള്ളത് ലബിനുൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടിക. പിന്നെയോ 4ാമത്തെ ക്ലോക്കിലുള്ളത് കെബിദുൻ. നിങ്ങൾ ഓരോ വാക്കുകളും വായിക്കുമ്പോഴും കൂട്ടി വായിക്കണം കേട്ടോ. 1ാമത്തെ അക്ഷരം മനസ്സിലാക്കി 2ാമത്തെ അക്ഷരം മനസ്സിലാക്കി ഇത് രണ്ടും കൂട്ടി വായിച്ച് അതുപോലെ അടുത്ത വാക്ക് മനസ്സിലാക്കി, അങ്ങനെയാണ് വായിക്കാൻ അറിയാത്തവർ പഠിക്കേണ്ടത്. പിന്നീട് അത് ഫാസ്റ്റായി വരും. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, വായിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം ഓരോ അക്ഷരങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. എന്നിട്ട് ആ 1ാമത്തെ അക്ഷരവും 2ാമത്തെ അക്ഷരവും കൂട്ടിയിട്ട് വായിക്കുക. എന്നിട്ടോ 3ാമത്തെ അക്ഷരം അതിൻ്റെ പിന്നാലെ കൂട്ടുക. എന്നിട്ട് ഈ 3 അക്ഷരം കൂടെ വായിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ, ആവർത്തിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സിമ്പിളായിട്ട് പഠിക്കും. ഇനി 2ാമത്തെ പ്രവർത്തനമാണ് ബോർഡിൽ എഴുതിയത് നോക്കി വായിക്കാം. നമുക്കിവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. തഫീമിൽ ഉള്ളൊരു വാക്കാണ്, പഠിച്ചു പോയതാണ്. ഇതെന്ത് ചെയ്യുക, വായിക്കുക. ഒന്നാമത്തേത് എന്താണ്? സഅല സായിലുൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സാ എന്ന് നീട്ടാൻ ഇവിടെ ഒരു മദ് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ വാക്ക് ദനബുൻ. ഒരിക്കലും ദനബുൻ എന്ന് ഉച്ചരിക്കരുത്, അങ്ങനെ ചെയ്യരുത്. ദാലല്ല, ദാലാണ്. ഇത് പുള്ളിയുള്ള ദാൽ, മറ്റേത് ദ എന്നാണ്. ദനബുൻ, വാൽ. ഇനി അടുത്ത വാക്കോ ഇഖ്വത്തുൻ. കണ്ടില്ലേ, ഇഖ്വത്തുൻ. തൊട്ടടുത്തുള്ള വാക്ക് എന്താ വായിക്കുക? അബീ വ ഉമ്മി. ഇതൊരു പാഠത്തിൻ്റെ ഒരു ഹെഡിങ് ആണ്. അതായത് 2ാം തഫീമിലെ 1ാമത്തെ പാഠത്തിൽ ഒരു ഉമ്മയും ഒരു ഉപ്പയും കൊടുത്തിട്ടുണ്ട്. അവിടെ എഴുതിയിട്ടുള്ള വാക്കാണ് അബീ വ ഉമ്മി. അങ്ങനെ 2ാമത്തെ പ്രവർത്തനം കഴിഞ്ഞു. 3ാമത്തതും സ്ലൈറ്റിൽ എഴുതിയത് വിരൽ വെച്ച് വായിക്കാം. നിങ്ങൾക്കിപ്പോൾ ചോദ്യപേപ്പറിൽ ഇതുപോലെ സ്ലൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ സ്ലൈറ്റിൽ കൊടുത്ത വാക്കിൽ എന്ത് ചെയ്യുക, വിരൽ കൈ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക,
നിങ്ങൾ വായിച്ചു കൊടുക്കുക. ഒന്നാമത്തെ സ്ലൈറ്റിലുള്ള വാക്ക് ഏതാണ്? നിങ്ങളൊന്ന് വായിച്ചേ. ബാബുൻ, ബാബുൻ. രണ്ടാമത്തെ സ്ലൈറ്റിലോ സാ, അല്ലേ? നീട്ടാണ്ട്. സാ എന്ന് ഉച്ചരിച്ചാൽ പോരാ, നീട്ടി കൊടുക്കണം. കാരണം ഫതഹിനെ നീട്ടാനാണ് അലിഫ് വരുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നീട്ടണം. സാ. ഇനിയോ മൂന്നാമത്തെ സ്ലൈറ്റിലോ ഇതുപോലെ മറ്റൊരു അക്ഷരം കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ബി, അല്ലേ? കസറിനെ നീട്ടാൻ യാ ആണ്. ബി. ഇനി നമുക്ക് അവസാനത്തെ ഒരു പ്രവർത്തനം കൂടെ ഉണ്ട്. മൂന്നാമത്തെ പ്രവർത്തനം ആപ്പിളിൽ എഴുതിയത് വായിക്കാം. ഇവിടെയും 4 ആപ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിലും ഓരോ വാക്കുകൾ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ആപ്പിളിൽ എഴുതിയത് എന്താണ്? സറാഫത്തുൻ, സറാഫത്തുൻ. രണ്ടാമത്തതിലോ ഉറബുൻ, ഉറബുൻ. മൂന്നാമത്തേൽ ദർബുൻ, ദർബുൻ. അവസാനത്തെ 4ാമത്തെ ആപ്പിളിൽ എഴുതിയത് എന്താണ്? ബുൽബുലുൻ, ബുൽബുലുൻ. മനസ്സിലായില്ലേ? ഇങ്ങനെ നിങ്ങൾ ചോദ്യ പേപ്പറിൽ കാണുന്ന വാക്കുകൾ എല്ലാം ഒന്ന് വായിച്ച് ഉസ്താദിനെ കേൾപ്പിച്ചു കൊടുക്കണം. എല്ലാവരും നന്നായി പഠിക്കട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.